ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാലാനുസൃതമായ ഉടച്ചുവാർക്കലാണ് സർക്കാർ നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി. ഉപരിപ്ലവമായ കേവല പരിഷ്കരണം അല്ല, കേരളത്തെ വിജ്ഞാന സമ്പദ്ഘടനയായി മാറ്റുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത് എന്നും കോഴിക്കോട് നടന്ന മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വികസന പദ്ധതികളും ക്ഷേമ പദ്ധതികളും ഒരുപോലെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു നവകേരളം കെട്ടിപ്പടുക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി കേരളത്തെ ഒരു വിജ്ഞാന സമ്പദ്ഘടനയായി പരിവർത്തിപ്പിക്കേണ്ടതുണ്ട്. വിവരങ്ങളുമായി മിഥില ബാലൻ ചേരുന്നു. മിഥില, ഈ വിദേശ സ്വകാര്യ സർവകലാശാല വിവാദവുമായി ഒന്നും ബന്ധപ്പെടാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. അതേ വേണു, ഇതുമായി അത്തരം കാര്യങ്ങളൊന്നും തന്നെ മുഖ്യമന്ത്രി ഇവിടെ പരാമർശിച്ചിട്ടില്ല. മുഖ്യമന്ത്രി എന്താണ് നിലവിൽ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്രത്തോളം നേട്ടങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖല കൈവരിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത്. നവകേരള സദസ്സിന് തുടർച്ചയായുള്ള ഒരു മുഖാമുഖം ആണ് ഇവിടെ തുടങ്ങിയത്. ആദ്യ മുഖാമുഖമാണ് വിദ്യാർത്ഥികളുമായിട്ടുള്ളത്. 2000 വിദ്യാർത്ഥികൾ ഈ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ആമുഖ പ്രസംഗം കഴിഞ്ഞ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ അതെല്ലാം ഇപ്പോൾ ഉന്നയിക്കാനുള്ള അവസരമാണ്. ഇത്തരത്തിൽ 60 വിദ്യാർത്ഥികൾക്കാണ് ഈ അവസരം ലഭിക്കുക. മാധ്യമപ്രവർത്തകർക്ക് ഇപ്പോൾ അവിടെ അനുവദനീയമല്ല. മുഖ്യമന്ത്രിയുടെ ആമുഖ പ്രസംഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പുറത്തു പോകാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായും പറഞ്ഞത് കേരളത്തെ വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുക, കാലാനുസൃതമായ ഉടച്ചുവാർക്കലാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉപരിപ്ലവമായ കേവല പരിഷ്കരണം അല്ല നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്, കാലാനുസൃതമായ ഒരു ഉടച്ചുവാർക്കലാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. കേരളത്തെ വിജ്ഞാന സമ്പദ്ഘടനയായി മാറ്റുകയാണ് ലക്ഷ്യമെന്നും നൂതനത്വ സമൂഹമായി മാറ്റുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. എന്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ഏതിലൂടെയാണ് ഇപ്പോൾ കേരളം കടന്നു പോകുന്നത്, ഉന്നത വിദ്യാഭ്യാസ മേഖല കൈവരിച്ച നേട്ടങ്ങൾ എന്താണ്, ഇനി എത്തരം നേട്ടങ്ങൾ കൈവരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് അവർക്ക് നൽകാനുള്ള ആശയങ്ങൾ നൽകാനുള്ള ഒരു വേദിയായി ഈ ഒരു സദസ്സിനെ മാറ്റണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ നൽകുന്ന ആശയങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുമെന്നും ഈ ഒരു സദസ്സിൽ വെച്ച് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. വേണു, മിഥില ബാലനാണ് വിവരങ്ങളുമായി ചേർന്നത്.